തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. എന്തുപറ്റി, അമ്പലത്തിൽ പതിവിൽ കൂടുതൽ തിരക്കുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ പിന്നെ രാമായണ മാസമല്ലേ, അതിൻ്റെ ഒരു തിരക്കാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ഏതെല്ലാണെന്ന് അറിയാമോ? മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനുജൻ ലക്ഷ്മണനുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഈ ക്ഷേത്രം എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 46 കിലോമീറ്റർ. ഒറ്റപ്പാലം അടുത്തായിട്ട് വരും. ഒറ്റപ്പാലം ഉണ്ട് അടുത്ത്, പിന്നെ പാലക്കാട് ബോർഡറാണ്. പിന്നെ അടുത്തൊരു ടൗൺ എന്ന് പറഞ്ഞാൽ ചേലക്കരയാണ്. പഴയന്നൂർ വരുന്നുണ്ട്. ഈ ക്ഷേത്രം കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ നിന്ന് ഏകദേശം ഒരു 100 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മണസ്വാമിയും ഇവിടെ വാഴുന്നു. ഇന്ത്യയിൽ തന്നെ അതിപുരാതന ലക്ഷ്മണ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ശ്രീരാമ ലക്ഷ്മണന്മാർ അനുഗ്രഹ വർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നുണ്ട്. മഹാഗണപതി, ധർമ്മശാസ്താവ്, ശ്രീ മഹാദേവൻ, പാർവതീദേവി, നാഗദൈവങ്ങൾ, ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദൈവങ്ങൾ. ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് തുല്യ പ്രാധാന്യമായതിനാൽ രണ്ടുപേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരുമാണ് ഇവിടെയുള്ളത്. കുംഭമാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. തിരുവില്ലാമലയും വില്ലാദ്രിനാഥനും എങ്ങനെയാണ് ഈ പേര് വന്നത്? ക്ഷേത്രത്തിൻ്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ ഒരു സ്വർണ്ണ വില്ലുമരം, നമ്മുടെ കൂവളം, ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. തന്മൂലം ഈ സ്ഥലത്തിന് വില്ലുമല എന്നൊരു പേര് വന്നു. പിന്നീട് വില്ലുമലയിൽ ദേവസാന്നിധ്യം ഉണ്ടായപ്പോൾ തിരു കൂട്ടിച്ചേർത്തു. അങ്ങനെ അത് തിരുവല്ലാമല, കാലാന്തരത്തിൽ തിരുവല്ലാമലയായി മാറി. തിരുവല്ലാമല സംസ്കൃതീകരിച്ച് വില്വാദ്രിയാക്കി. തുടർന്ന് പ്രതിഷ്ഠ വില്വാദ്രിനാഥൻ എന്നറിയപ്പെട്ടു. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. രാവിലെ 4 മണിക്ക് 7 തവണ ശംഖ് വിളിച്ചും കൊണ്ട് ഭഗവാന്മാരെ പള്ളി ഉണർത്തിയ ശേഷം നട തുറക്കുന്നു. പതിവ് പോലെ ആദ്യത്തെ ചടങ്ങ് നിർമാല്യ ദർശനമാണ്. നിർമാല്യ ദർശനത്തിന് ശേഷം വിഗ്രഹങ്ങളിൽ എണ്ണയഭിഷേകവും തുടർന്ന് ശംഖാഭിഷേകവും മറ്റ് അഭിഷേകങ്ങളും നടത്തുന്നു. വളരെ ശാന്തതയുള്ള ഒരു സ്ഥലമാണ് ഇത്. പ്രകൃതി നല്ല ഭംഗിയാണ്. ഈ മലയുടെ മുകളിൽ നിന്ന് നല്ല കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കല്ലുകൾക്കും ഉണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ.
എന്താണ് പുനർജനി ഗുഹ? ഈ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി ഭൂതത്താൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി ഗുഹ. 150 മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടിക്കടക്കാൻ വളരെ സമയമെടുക്കും. തിരുവല്ലാമലയിലെ പ്രധാന ആകർഷകങ്ങളിൽ ഒന്നാണ് ഈ ഗുഹ. വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ഐതിഹ്യപ്രകാരം ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമന്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹ എന്നാണ് ഐതിഹ്യം. ശ്രീരാമലക്ഷ്മണ പ്രതിഷ്ഠ പോലെ തന്നെ പ്രധാന പ്രതിഷ്ഠ തന്നെയാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് പ്രധാന വഴിപാട് വടമാല, വെറ്റിലമാല. രാമായണ മാസം ആയതുകൊണ്ടാവാം വൈകുന്നേരത്തും ഇവിടെ നല്ല തിരക്കാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. ഈ താഴെ കാണുന്നത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ്. വെച്ചോ കഴിഞ്ഞോ?